ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള ഐറ്റം കൊണ്ടാണ്. ഞാൻ ചക്കയും ചക്കക്കുരു വെച്ച് ഒരുപാട് ഐറ്റം ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിതാ ചക്കക്കുരു പുളിങ്കറിയാണ് വെക്കുന്നത്. കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരു കറി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഒന്നെടുത്തിട്ട് ഒന്ന് നെട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിലെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. തൊലിയൊന്നും കളയാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കുരുവിൻ്റെ നേരെ മേലെ എത്തുന്ന വെള്ളം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് കറിയായിട്ടുണ്ടാവില്ല, ഒരു ചെറിയ കുറുങ്ങിയ ടൈപ്പിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്നതും ഞാനിപ്പോൾ ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2 വിസിലൊക്കെ വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അങ്ങനെ നമ്മളെ കുക്കറിന്റെ പ്രഷറെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരൊക്കെ വെന്ത്, ഞാൻ പറഞ്ഞ അധികം ഗ്രേവി ഒന്നുമില്ല, കുറച്ച് ഗ്രേവി ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം കുറച്ചുകൂടെ ചേർത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഒരു എരിവും പുളിയൊക്കെ ഉള്ളൊരു ചക്കക്കുരു കറി. ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ എന്ന് ഞാൻ പറയില്ല, എന്നാൽ ഒരു പ്ലേറ്റ് ചോറുണ്ണാനൊക്കെ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പച്ച കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിലും ചക്കക്കുരുവിൻ്റെ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കൂടെ ഉണ്ടാവും ഇതിൻ്റെ. ഇനി അതുപോലെ ഇതിലേക്ക് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരു 1-2 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.